ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല വൃത്തിക്ക് കിടപ്പുണ്ടല്ലോ അല്ലേ? മൊത്തം അലങ്കോലമായി കിടക്കുവാണ്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുക. അങ്ങനെ 2 ആഴ്ചത്തെ അവധിക്കൊക്കെ ശേഷം, അടിച്ചുപൊളിക്കൊക്കെ ശേഷം തിരിച്ചതേ ഞങ്ങൾ പോകുവാണ്. അപ്പം മൊത്തം തുണികളെല്ലാം നിരന്ന് കിടക്കുക, അതിലെ എല്ലാം കിടക്കുക. അപ്പം ഞാൻ എല്ലാം പോയി തപ്പിപ്പറക്കി കൊണ്ടുവന്ന് തിരിച്ചൊതുക്കി കയറ്റാനുള്ള പണിയാണ്. നമ്മൾ കൂടുതൽ ദിവസം നിൽക്കുമെന്ന് ഓർത്ത് കൂടുതൽ ഡ്രസ്സെല്ലാം ആയിട്ടായിരുന്നു വന്നത്. പക്ഷേങ്കിൽ ആദ്യക്കുട്ടന് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയി അവൻ്റെ റീ അഡ്മിഷൻ എടുക്കാനും പുസ്തകം മേടിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ തിരിച്ച് പോരാതെ പറ്റത്തില്ല. അപ്പം ഞാൻ വേണ്ട എല്ലാം തിരിച്ചൊന്ന് പിറക്കി വെക്കും. അപ്പം നമ്മുടെ ബാഗ് നിറച്ച് തുണി ഇരിപ്പുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല, കൊണ്ടുവന്നതിനെക്കാട്ടിൽ വരട്ട് തുണി ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ്. കൊണ്ടുവരുന്നതിനെക്കാട്ടിലും തുണികൾ കാണും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറച്ചൊക്കെ ഇവിടുന്ന് അവരവരൊക്കെ അമ്മ മേടിച്ചു തന്നതും അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എക്സ്ട്രാ ഉണ്ട്. എന്നാലും ഞാൻ കുറേ കൊണ്ടുവന്നതിൽ നിന്ന് എടുത്ത് തിരിച്ച് വെക്കുന്നുമുണ്ട്. എങ്ങനെയാണെങ്കിലും നിറച്ചും 2 ബാഗിലും ആയിട്ടുണ്ട് ഡ്രസ്സിന്. ഇത് കൂടാതെ കുറേ സാധനങ്ങളൂടെ ഉണ്ട്. അപ്പം ഞാൻ വേണ്ട എല്ലാം തിരിച്ച് കയറ്റി വെക്കും. പണ്ടെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ഡ്രസ്സൊക്കെ ബാഗ് പാക്ക് ചെയ്യുക, കൊണ്ടുപോവുക. എന്നാലും ആ ഒരു ആഗ്രഹം, ഒരു കൊതി അങ്ങ് മാർക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇതത്ര നല്ല പരിപാടിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര മടുപ്പാണ്. അങ്ങനെ ഞാൻ വേണ്ട എല്ലാം ഒന്ന് സെറ്റാക്കുക. അങ്ങനെ നമ്മുടെ പെട്ടി 2 വീടും സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയുണ്ട് ഒത്തിരി സാധനം, അതിനെക്കാട്ടിലും ഒത്തിരി സാധനമുണ്ട് ഇനിയും. അതൊക്കെ ഇനി എവിടെ വെക്കുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ മറ്റേ ഉണക്കമീനും അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്നുള്ളത്. ഇനി അമ്മ അവിടെ കപ്പളങ്ങായവും പിന്നെ അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇനി. അപ്പം അതെല്ലാം ഇനി എവിടെയൊക്കെ എടുത്തു വെക്കണം. പിന്നെ ആദ്യം കൂടെ തന്നെ ബിൽഡിംഗ് സെറ്റ് ഇവിടെ കിടപ്പുണ്ട്, ഞങ്ങളുടെ ചെരുപ്പുണ്ട്. എനിക്കറിയില്ല ഒത്തിരി സാധനമുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ എൻ്റെ അടുക്കിപ്പറക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മയെ തേടിച്ചാണ്. അപ്പം അമ്മ തേണ്ട മീൻ വറക്കുകയും കുറേ പരിപാടിയൊക്കെ. അപ്പം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഇന്ന് കൂട്ടാനും എല്ലാം കൂടെയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇതുപോലെ അമ്മ ഞങ്ങൾ പോകുന്നതിന് മുന്നിൽ ഇതുപോലെ കുറച്ച് കറികളൊക്കെ സെറ്റാക്കി തന്നു വിടുക. കാരണം ചെന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് വെക്കാൻ മടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ പോവാത്ത കുറച്ച് കറികളൊക്കെ, മീൻ വറുത്തത്, ഈ പ്രാവശ്യം പഴമാങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് മാങ്ങാക്കറി, പിന്നെ ഇത് മാങ്ങ അച്ചാറാണ് കേട്ടോ, കടുക് മാങ്ങ അച്ചാർ. അങ്ങനെ കുറേ ഐറ്റമൊക്കെ ഇപ്രാവശ്യം തന്നു വിട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പുളിശ്ശേരിയില്ലേ, അതൊക്കെയായിരുന്നു കൊണ്ടുപോകുന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് ചെല്ലുന്ന ദിവസവും വേണമെങ്കിലും കഴിക്കാനിട്ടുണ്ട് കറി. അതുപോലെ പിറ്റേ ദിവസത്തേനും അതിൻ്റെ പിറ്റേ ദിവസത്തേനും ഒക്കെ ചിലപ്പോൾ ഞാൻ ഇതങ്ങ് കൂട്ടും, കാരണം കേടാവത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സാധനമെല്ലാം അങ്ങനെ റെഡിയാക്കി ഞാൻ ഓരോന്നും ഇങ്ങനെ അടുപ്പിച്ച് വെക്കുവാണ്. പിന്നെ കുറേ തേങ്ങ, ഇവിടെ നമുക്ക് തേങ്ങ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇല്ലാത്ത സാധനമൊക്കെ കേട്ടോ ഞാൻ ഈ കൊണ്ടുവന്ന്, തേങ്ങ, കരിയാപ്പല, പിന്നെന്താ പച്ചമുളക്, അങ്ങനെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ, കപ്പളങ്ങ, നമുക്ക് അവിടെ കിട്ടാത്തതുമായിട്ടുള്ള അങ്ങനത്തെ ഐറ്റമൊക്കെ കേട്ടോ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ വേണ്ട എല്ലാം കൂടെ അങ്ങ് എടുത്ത് ഞങ്ങൾ രാത്രി തന്നെ എല്ലാം എടുത്തങ്ങ് കാറിനകത്ത് വെക്കുക. പിന്നെ രാവിലെ എളുപ്പമുണ്ടല്ലോ, വെളുപ്പിന് ഇതെല്ലാം കൂടെ പാടാണ് നമുക്ക് കയറ്റി വെക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട വെളിയിൽ ഇറങ്ങിയിരിക്കുവാണേ. ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഐസ്ക്രീം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ ഐസ്ക്രീമിനെയൊക്കെ കൂടെ വെയിറ്റ് ചെയ്ത് വെളിയിരിക്കുക. അങ്ങനെ അച്ഛൻ്റെ ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ അമ്പലത്തിൽ ഇവിടെ ഉത്സവമാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാണേ, കാവിലമ്പലം. അപ്പോൾ അമ്പലത്തിലെ പാട്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ കേൾക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ കേട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കും. അപ്പം ഞാൻ ഐസ്ക്രീമിൻ്റെ കമ്പനി ഏതാണെന്ന് ഒരുപാട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ കമ്പനിയൊന്നും നോക്കണ്ടല്ലോ, ഐസ്ക്രീം കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ അവിടെ ഇരുന്നതേ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കും. അപ്പം ഇനി നാളെ പോകണമല്ലോ എന്നുള്ള ഇതിലിരിക്കും. അപ്പം ഈ അമ്പലത്തിലെ പാട്ടും കാര്യമൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം. നമുക്ക് ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ മിസ്സാകുമല്ലോ, കാരണം അവിടെ നമ്മൾ അങ്ങനെ അമ്പലത്തിലൊന്നും അടുത്ത് പോവാറില്ല. അങ്ങനെ ഞങ്ങൾ ഇതേണ്ട അതൊക്കെ കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ, എനിക്കിത് മാത്രമുള്ള ഒരു മോയ്സ്ചറൈസർ ഡോക്ടർ വന്നതാണ്. അപ്പോൾ രാത്രിക്ക് ഇതേണ്ട അതൊക്കെ തേച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കയറി കിടന്ന് നേരത്തെ എഴുന്നേക്കണമല്ലോ രാവിലെ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.